അപ്പോൾ അബ്സ്ട്രാക്റ്റ് ആൾജിബ്രയുടെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ടോപ്പിക്കിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്കാണ്. അതായത് ഈ ഈക്വലൻസ് റിലേഷൻസ് ആൻഡ് പാർട്ടീഷൻസ് അല്ലെങ്കിൽ ഈക്വലൻസ് റിലേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ മൂന്നാമത്തെ ക്ലാസ്സാണെന്നാണ് എൻ്റെ ഓർമ്മ. മൂന്നാമത്തെ ക്ലാസ്സാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതായത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇക്വലൻസ് ക്ലാസ് ആൻഡ് പാർട്ടീഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇക്വലൻസ് ക്ലാസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതിന് മുന്നത്തെ ക്ലാസ്സിൽ ഇക്വലൻസ് റിലേഷൻ എന്താണെന്ന് പറഞ്ഞു. പിന്നെയാണ് ഇക്വലൻസ് ക്ലാസ്സിലേക്ക് വന്നത്. അതിൻ്റെ കുറേ പ്രോബ്ലംസ് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നു. അതിനുശേഷം വരുന്നതാണ് പാർട്ടീഷൻസ്. ഇക്വലൻസ് ക്ലാസ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർട്ടീഷൻസിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ട് പാർട്ടീഷൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഒരു ഫാക്ടർ സെറ്റ് എന്താണ്, ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്, ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സോടുകൂടി ഇക്വലൻസ് റിലേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് സ്റ്റോപ്പ് ചെയ്യും. അടുത്ത ക്ലാസ്സിൽ പെർമ്യൂട്ടേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് മാറുന്നതായിരിക്കും. ഇതിൻ്റെ അവസാനമായിട്ട് രണ്ട് പ്രപ്പോസിഷൻസ് ചെയ്യേണ്ടത്. പക്ഷേ സിലബസിൽ ഇല്ലസ്ട്രേഷൻസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസിൽ. അപ്പോൾ അതുകൊണ്ട് ആ പ്രപ്പോസിഷൻസിലേക്ക് ഞാൻ പോകുന്നില്ല. ടെക്സ്റ്റ് താല്പര്യമുള്ളവർക്ക് ടെക്സ്റ്റ് നോക്കി സിലബസ് നോക്കി ടെക്സ്റ്റിലത്തെ അതേപോലെ പഠിക്കാവുന്നതാണ്. കുറച്ച് നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അത് എടുക്കാൻ ലൈവ് ക്ലാസ്സിൽ എടുത്താലേ അത് ശരിയാവുകയുള്ളൂ. അങ്ങനത്തെ രണ്ട് പ്രപ്പോസിഷൻസാണ്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് മെയിനായിട്ട് പാർട്ടീഷൻസ് എന്താണ് എന്നുള്ളതാണ്. നേരിട്ട് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഒരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ പറഞ്ഞിട്ട് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പാർട്ടീഷൻസ് ഡിഫൈൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. വളരെ ചെറിയൊരു പ്രത്യേക തരം നല്ല രസമായിട്ടുള്ളൊരു എക്സാമ്പിളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനുശേഷം പാർട്ടീഷൻസ് ഡിഫൈൻ ചെയ്യാം. അതിനുശേഷം ഒരു പ്രപ്പോസിഷനും ഫാക്ടർ സെറ്റും എന്താണ് ചെയ്തിട്ട് അവസാനിപ്പിക്കാം. കൺസിഡർ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അറിയാലോ, സെറ്റ് ഓഫ് ഓൾ ടു ട്യൂപ്പിൾസ് അല്ലെങ്കിൽ ദ പ്ലെയിൻ XY പ്ലെയിൻ. ത്രീ ഡയമെൻഷണൽ സ്പേസ് അല്ല, XY പ്ലെയിൻ. അതാണ് ഈ ആർ സ്ക്വയർ ഈക്വൽ ടു കളക്ഷൻ ഓഫ് ഓൾ ടു ട്യൂപ്പിൾസ് XY സച്ച് ദാറ്റ് X ആൻഡ് Y ആർ എലമെൻറ്റ്സ് ഓഫ് R. അതായത് പ്ലെയിൻ XY പ്ലെയിൻ, അതിനെയാണ് ഈ ആർ സ്ക്വയർ. എല്ലാവർക്കും അറിയുന്നതാണ്, വീണ്ടും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ടു ഡയമെൻഷണൽ പ്ലെയിൻ ആണ്. ഡിഫൈൻ ദ റിലേഷൻ ടിൽഡ ആസ് X1Y1 tilde X2Y2 if and only if X1 equal to X2. അതായത് X1Y1ഉം X2Y2ഉം റിലേറ്റഡ് ആവണമെങ്കിൽ എന്ത് വേണം? X1ഉം X2ഉം ഈക്വൽ ആയിരിക്കണം. ഫസ്റ്റ് കോർഡിനേറ്റുകൾ ഈക്വൽ ആയിരിക്കണം. X1 ആൻഡ് X2 രണ്ട് ഫസ്റ്റ് കോർഡിനേറ്റുകൾ ഈക്വൽ ആയിരിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് എലമെൻറ്റുകളുടെ ഫസ്റ്റ് കോർഡിനേറ്റുകൾ ഈക്വൽ ആണെങ്കിൽ ദേ ആർ റിലേറ്റഡ് ബൈ ടിൽഡ. അതാണ് നമ്മുടെ ഡെഫിനിഷൻ. X1Y1 tilde X2Y2 if and only if X1 equal to X2. Verify whether tilde is an equivalence relation. If so, find the equivalence clauses corresponding to ടിൽഡ. പാർട്ടീഷൻസിലേക്ക് വരാൻ പോകുന്നേ ഉള്ളൂ. ഇത് പറഞ്ഞതിന് ശേഷം പാർട്ടീഷൻസിലേക്ക് വരാം. അപ്പോൾ ഓർക്കുക, ആർ സ്ക്വയർ ആണ് നമ്മുടെ സെറ്റ്. അതിലത്തെ റിലേഷൻ എന്ന് പറയുന്നത് X1Y1 റിലേറ്റഡ് ടു X2Y2 if and only if X1 equal to X2. അതായത് ഫസ്റ്റ് കോർഡിനേറ്റുകൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ റിലേഷൻ ആദ്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. X1Y1 tilde X2Y2 if and only if X1 equal to X2. ഇത് ആദ്യം റിഫ്ലെക്സീവ് ആണ് എന്ന് കാണിക്കണം. അപ്പോൾ ഏതൊരു എലമെൻറ്റ് എടുത്താലും അതുമായിട്ട് തന്നെ റിലേറ്റഡ് ആണ് എന്നാണ് കാണിക്കേണ്ടത്. വി ഹാവ് X1Y1 റിലേറ്റഡ് ടു X1Y1. അത് കാരണം ആസ് X1 equal to X1, X1Y1 രണ്ടിൻ്റെയും ഫസ്റ്റ് കോർഡിനേറ്റുകൾ സെയിം അല്ലേ? രണ്ടിൻ്റെയും ഫസ്റ്റ് കോർഡിനേറ്റുകൾ സെയിം ആണ്. രണ്ട് എലമെൻറ്റുകളുടെ ഫസ്റ്റ് കോർഡിനേറ്റുകൾ സെയിം വന്നു കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ആയി. അപ്പോൾ X1Y1 ഈസ് റിലേറ്റഡ് ടു X1Y1 എന്ന് പറയാൻ പ്രത്യേകിച്ച് ബുദ്ധിയൊന്നും ആവശ്യമില്ല. കാരണം രണ്ടിൻ്റെയും ഫസ്റ്റ് കോർഡിനേറ്റുകൾ സെയിം ആണ്. സോ എവറി എലമെൻറ്റ് ഇസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ്. Therefore, the relation is reflexive. ഒന്നും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. Now, അടുത്ത സിമെട്രിസിറ്റിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതും എളുപ്പം തന്നെയാണ്. Suppose X1Y1 related to X2Y2. Then X1 equal to X2. Okay, X1Y1 related to X2Y2 ആയതുകൊണ്ട് by the definition of tilde, X1 equal to X2. X1 equal to X2 is the same as X2 equal to X1. X2 equal to X1 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? X2 that means X2Y2 is related to X1Y1. ഇതിൻ്റെ നേരെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊള്ളാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് വളരെ എളുപ്പമുള്ള ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ X1Y1 related to X2Y2 implies X2Y2 related to X1Y1 symmetric ആയി. A related to B implies B related to A symmetric ആയി. Now transitivity, മൂന്നാമത്തേത് ട്രാൻസിറ്റിവിറ്റിയാണ്. Let X1Y1 related to X2Y2, X2Y2 related to X3Y3. Then X1 equal to X2, ഇതിൽ നിന്ന് X1 equal to X2, ഇതിൽ നിന്ന് X2 equal to X3. നോക്കുക, X1 equal to X2 and X2 equal to X3. അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? X1 equal to X3. ഓക്കെ, X1 equal to X3. അതിൻ്റെ അർത്ഥം X1Y1 റിലേറ്റഡ് ടു X3Y3. ഈ ഡെഫിനിഷൻ നന്നായിട്ട് ഓർത്താൽ മതി.
ഇഫ് ആൻഡ് ഓൺലി ഇഫ് x1 ഈക്വൽ ഫസ്റ്റ് കോർഡിനേറ്റുകൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ ആ രണ്ട് എലമെൻറ്റുകൾ റിലേറ്റഡ് ആയി. ഇവിടെ നോക്കൂ, x1 ഈക്വൽ ടു x3യിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അതായത് x1 y1 റിലേറ്റഡ് ടു x3 y3. x1 ഫസ്റ്റ് കോർഡിനേറ്റുകൾ രണ്ടും സെയിം ആണ്. അപ്പോൾ x1 y1ഉം x3 y3യും പരസ്പരം റിലേറ്റഡ് ആണ്. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഒന്ന് മനസ്സിരുത്തി കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ കിട്ടുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഈ റിലേഷൻ ടിൽഡ എന്ന് പറയുന്ന റിലേഷൻ എന്തൊക്കെയാണ്? റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവുമാണ്. അതൊരു ഇക്വലൻസ് റിലേഷനാണ്. ഇനി നമ്മൾ ഈ റിലേഷൻ്റെ ഇക്വലൻസ് ക്ലാസ്സുകൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇക്വലൻസ് ക്ലാസ്. അപ്പോൾ നമുക്ക് കൺസിഡർ പലതരം ഇക്വലൻസ് ക്ലാസ്സുകൾ. നമ്മളൊരു പർട്ടിക്കുലർ എലമെൻറ്റിൻ്റെ ഇക്വലൻസ് ക്ലാസ് ആണ്. പർട്ടിക്കുലർ ആയിട്ടുള്ള എലമെൻറ്റുകൾ ഇക്വലൻസ് ക്ലാസ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. കൺസിഡർ ദ എലമെൻറ്റ് എ വൈ. എന്ന് പറഞ്ഞാൽ ഒരു റിയൽ നമ്പറാണ്, ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എ വൈ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഇക്വലൻസ് ക്ലാസ് എന്താണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. എ വൈ, വി ഡിറ്റർമിൻ ദ ഇക്വലൻസ് ക്ലാസ്. ഇക്വലൻസ് ക്ലാസ് ഓഫ് എ വൈ ഈക്വൽ ടു set of all xy such that xy related to ay. അത് ഡെഫിനിഷനാണ്. ഒരു എലമെൻറ്റിൻ്റെ ഇക്വലൻസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ആ എലമെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റെല്ലാ എലമെൻറ്റുകളും വരും. അപ്പോൾ set of all xy element of r square such that xy tilde ay. That is set of all xy such that x equal to a. എപ്പോഴാണ് രണ്ട് എലമെൻറ്റുകൾ റിലേറ്റഡ് ആവുക? ഫസ്റ്റ് കോർഡിനേറ്റുകൾ ഈക്വൽ ആകുമ്പോഴാണ്. അതായത് set of all xy such that xy related to ay is the same as set of all xy such that x equal to a. അതായത് ഫസ്റ്റ് കോർഡിനേറ്റ് എ വരുന്ന എല്ലാ ആർ സ്ക്വയറിലെ എലമെൻറ്റുകളും എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഈ ഈക്വലൻസ് ക്ലാസ്സിലെ മെമ്പർമാർ. അല്ലെങ്കിൽ ഈ ഈക്വലൻസ് ക്ലാസ് എ വൈ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഈക്വലൻസ് ക്ലാസ് എന്ന് പറയുന്നത് ഈ എഴുതിയിരിക്കുന്നതാണ്. സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു എ. ഫസ്റ്റ് കോർഡിനേറ്റ് എ ആയി വരുന്ന എല്ലാ 2 ട്യൂപ്പിളുകളും ആർ സ്ക്വയറിലെ എലമെൻറ്റുകളും എന്തായിരിക്കും? ഈ ഈക്വലൻസ് ക്ലാസ്സിൻ്റെ മെമ്പർമാർ അല്ലെങ്കിൽ ഈ ഈക്വലൻസ് ക്ലാസ് ആയിരിക്കും. അപ്പോൾ എന്താണ് അതൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഫസ്റ്റ് കോർഡിനേറ്റ് എ ആണ്. സെക്കൻഡ് കോർഡിനേറ്റ് മാത്രമേ മാറുന്നുള്ളൂ. ഫസ്റ്റ് കോർഡിനേറ്റ് എ എന്ന് പറയുമ്പം സപ്പോസ് ടിപ്പിക്കൽ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എ ഈക്വൽ ടു 1 എന്നെടുക്കുകയാണ് ഫസ്റ്റ് കോർഡിനേറ്റ്. അപ്പോൾ ഇക്വലൻസ് ക്ലാസ് ഓഫ് 1y എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 1. എയുടെ സ്ഥാനത്ത് ജസ്റ്റ് 1 ആയി എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇക്വലൻസ് ക്ലാസ് ഓഫ് 1y ഈക്വൽ സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 1. ഫസ്റ്റ് എക്സ് കോർഡിനേറ്റ് 1, വൈ കോർഡിനേറ്റ് എന്ത് വേണമെങ്കിൽ ആകാം. അപ്പോൾ അതിനൊന്ന് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫിഗറാണ് കിട്ടുക? ഈ സ്ട്രെയിറ്റിലാണ് കിട്ടുക. എക്സ് ഈക്വൽ ടു 1 കൂടെ വരുന്ന ഈ പോയിന്റുകളിലെ എല്ലാം എക്സ് കോർഡിനേറ്റ് എന്താണ്? 1 ആയിരിക്കും. വൈ കോർഡിനേറ്റ് മാത്രമേ മാറുകയുള്ളൂ. അപ്പോൾ ഇക്വലൻസ് ക്ലാസ് ഓഫ് 1y എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ ഇക്വലൻസ് ക്ലാസ് ഓഫ് എക്സ് വൈ എ വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? എ കൂടെ പാസ് ചെയ്യുന്ന ഇതിനൊന്ന് ജനറലൈസ് ചെയ്താൽ മതി. അപ്പോൾ ജനറലൈസ് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഇക്വലൻസ് ക്ലാസ് ഓഫ് എ വൈ ഈക്വൽ ടു നമ്മൾ ഗ്രാഫ് വരികയാണെങ്കിൽ സപ്പോസ് this is x, this is a. അപ്പോൾ x ഈക്വൽ ടു a എന്ന് പറയുന്ന ഈ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമ്മുടെ ഇക്വലൻസ് ക്ലാസ് ആയിട്ട് വരുന്നത്. എ വൈ എന്ന് പറയുന്ന ഇക്വലൻസ് ക്ലാസ് എന്താണ്? ഈ സ്ട്രെയിറ്റ് ലൈനാണ്. ഞാനിത് പറയാൻ ഒരു പ്രത്യേക എക്സൽ വർക്കൗട്ട് എക്സാമ്പിളാണ് കേട്ടോ. ഇത് പറയാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. ഇപ്പോൾ എ വൈ എന്ന് പറയുന്ന ഒരു എലമെൻറ്റിൻ്റെ ഇക്വലൻസ് ക്ലാസ്, ബി വൈ എന്ന് പറയുന്ന രണ്ടാമത്തെ എലമെൻറ്റ്, ബി വൈ എന്ന് പറയുന്ന രണ്ടാമത്തെ എലമെൻറ്റ് ഇക്വലൻസ് ക്ലാസ് എന്തായിരിക്കും? അപ്പോൾ ബി കൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ. സപ്പോസ് ദിസ് ഇസ് ബി. അപ്പോൾ ഇത് ബി ആണെങ്കിൽ എക്സ് ഈക്വൽ ടു ബി ആണെങ്കിൽ ഈ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ബി വൈ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഇക്വലൻസ് ക്ലാസ്. ബി വൈ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഇക്വലൻസ് ക്ലാസ് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. നിങ്ങൾക്ക് നോക്കിയറിയാം ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈനുകളും എന്താണ്? പരസ്പരം ഡിസ്ജോയിൻ്റ് ആണ്. അതിന് എലമെൻറ്റുകൾ കോമൺ ആയിട്ടില്ല. ഇങ്ങനെയുള്ള എല്ലാ സ്ട്രെയിറ്റ് ലൈനുകളും നമ്മൾ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? ആർ സ്ക്വയറിലെ എല്ലാ പോയിന്റുകളും കിട്ടും. അപ്പോൾ അല്ലെങ്കിൽ ആർ സ്ക്വയറിലെ ഏതൊരു പോയിന്റ് എടുത്താലും ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മെമ്പർ ആയിരിക്കുകയും ചെയ്യും. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് എ വൈ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഇക്വലൻസ് ക്ലാസ് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ എക്സ് ഈക്വൽ ടു എ ആണ്. ബി വൈ എന്ന് പറയുന്ന സപ്പോസ് ബി നോട്ട് ഈക്വൽ ടു എ, ബി വൈ എന്ന് പറയുന്ന എലമെൻറ്റ് ഇക്വലൻസ് ക്ലാസ് ബി കൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ ഈ രണ്ട് എലമെൻറ്റുകളും ഡിഫറൻ്റ് ആയതുകൊണ്ട് തന്നെ രണ്ടിൻ്റെയും ഇക്വലൻസ് ക്ലാസ്സുകൾ ഡിസ്ജോയിൻ്റ് ആണ്. മാത്രമല്ല ആർ സ്ക്വയറിലെ ഏത് എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ ഇക്വലൻസ് ക്ലാസ്സിൽ മെമ്പർ ആയിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇക്വലൻസ് ക്ലാസ്സുകളിലെ എല്ലാത്തിൻ്റെയും യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? ഇങ്ങനെയുള്ള ഇക്വലൻസ് ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ട്രെയിറ്റ് ലൈനുകളെല്ലാം കൂട്ടി വെച്ചാൽ അതിലത്തെ പോയിന്റുകൾ കൂട്ടിയാൽ നമുക്ക് എന്താ കിട്ടുന്നത്? ആർ സ്ക്വയർ എന്ന് പറയുന്ന ഹോൾ സ്പേസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽ ഇക്വലൻസ് ക്ലാസ്സുകൾ പരസ്പരം ഡിസ്ജോയിൻ്റ് ആണ് ഇഫ് എ നോട്ട് ഈക്വൽ ടു ബി. മാത്രമല്ല ഈ ഇൻഡിവിജ്വൽ ഇക്വലൻസ് ക്ലാസ്സുകളിലെ എല്ലാ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഇക്വലൻസ് ക്ലാസ്സിലെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ ഹോൾ ആർ സ്ക്വയർ കിട്ടും. അതല്ലെങ്കിൽ വേറെ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആർ സ്ക്വയറിലെ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു എക്സാക്ട്ലി 1 ഇക്വലൻസ് ക്ലാസ്സിലെ മെമ്പർ ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. വി ഹാവ് ദ ഫോളോയിങ് കൺക്ലൂഷൻസ്. Equivalence class of AY
ഇൻ്റർസെക്ഷൻ ഇക്വലൻസ് ക്ലാസ് ഓഫ് ബി വൈ ഈക്വൽ ടു ഫൈ ഇഫ് എ നോട്ട് ഈക്വൽ ടു ബി. ഇവിടെ പറഞ്ഞത് രണ്ടും ഡിസ്ജോയിൻ്റ് ആണ്. ഇതും ഈ ബി എന്ന് പറയുന്ന സാധനം ഇത് രണ്ടും ഡിസ്ജോയിൻ്റ്. ദിസ് ഇസ് my x-axis and y-axis is y and this is my x-axis. അപ്പോൾ ഈ രണ്ടെണ്ണവും മ്യൂച്വലി ഡിസ്ജോയിൻ്റ് ആണ്. മാത്രമല്ല യൂണിയൻ ഓഫ് എ എലമെൻറ്റ് ഓഫ് ആർ എ വൈ ഇങ്ങനെയുള്ള ഇക്വലൻസ് ക്ലാസ്സുകളുടെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത്? ഹോൾ ആർ സ്ക്വയർ കിട്ടും. രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. ദേ ആർ മ്യൂച്വലി ഡിസ്ജോയിൻറ്റ്. ഇങ്ങനെയുള്ള ഇക്വലൻസ് ക്ലാസ്സിൽ മ്യൂച്വലി ഡിസ്ജോയിൻ്റ് ആണ്. മാത്രമല്ല ഈ ഇക്വലൻസ് ക്ലാസ്സുകളുടെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത്? ആർ സ്ക്വയർ എന്ന് പറയുന്ന ഹോൾ പ്ലെയിനും കിട്ടും. അതായത് ദിസ് റിലേഷൻ അല്ലെങ്കിൽ ദ ഇക്വലൻസ് ക്ലാസ്സസ് ഓഫ് ദിസ് പർട്ടിക്കുലർ റിലേഷൻ divides the whole r square into small into sets such that these sets are mutually disjoint and the union of all these sets becomes r square. Okay, ഇങ്ങനെയുള്ള ഈ റിലേഷനിൽ ഇങ്ങനെ വരുന്ന ഇക്വലൻസ് ക്ലാസ്സുകളെല്ലാം കൂടെ എല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്ക് എടുക്കുകയാണെങ്കിൽ എല്ലാം ഡിസ്ജോയിൻ്റ് ആണ്, പരസ്പരം ഡിസ്ജോയിൻ്റ് ആണ്. മാത്രമല്ല ഇതെല്ലാം കൂടെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ ആർ സ്ക്വയർ കിട്ടുകയും ചെയ്യും. ഇങ്ങനെയുള്ള സംഭവങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാർട്ടീഷൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡെഫിനിഷനാണ് ഞാൻ അടുത്ത് പറയാം. അപ്പോൾ ഞാൻ ഇവിടെ ഈ എക്സാമ്പിളിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് പാർട്ടീഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. അപ്പോൾ ഒരു ഇക്വലൻസ് ഒരു പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഡെഫിനിഷൻ അവിടെ പറഞ്ഞിട്ടുള്ളത്. ലെറ്റ് എസ് ബി എ സെറ്റ് ആൻഡ് പി ബി എ കളക്ഷൻ ഓഫ് നോൺ എംപ്റ്റി സബ്സെറ്റ്സ് ഓഫ് എസ്. എസ്സിലത്തെ ചില കുറച്ച് നോൺ എംപ്റ്റി സെറ്റുകളുടെ കളക്ഷനാണ് പി. കുറേ സെറ്റുകളുടെ കളക്ഷനാണ് പി. P is called a partition of S if each element of S belongs to exactly one of the member of P. അപ്പോൾ P എന്ന് പറയുന്നത് എന്താണ്? എസിൻ്റെ കുറേ സബ്സെറ്റുകളുടെ കളക്ഷനാണ്. P എപ്പോഴാണ് പാർട്ടീഷൻ ആവുന്നത്? എസ്സിലത്തെ ഏതൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും each element of S belongs to exactly one of the member of P. ഈ P എന്ന് പറയുന്ന സെറ്റുകളിൽ ആ കളക്ഷൻ ഓഫ് സെറ്റിൽ ഏതെങ്കിലും ഒരു സെറ്റിലെ മെമ്പർ ആവുകയാണെങ്കിൽ എന്താണ്? അതിനെ നമ്മൾ പാർട്ടീഷൻ ഓഫ് എസ് എന്ന് പറയുന്നത്. ഇവിടുത്തെ പോലെയാണ്. അതുകൊണ്ടോ എ വൈ എന്ന് പറയുന്ന ഈക്വലൻസ് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഈക്വലൻസ് ക്ലാസ് എല്ലാം തന്നെ ആർ സ്ക്വയറിൽ ഏതൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും ഈ പറയുന്ന സ്ട്രെയിറ്റ് ലൈനുകളിൽ വന്ന് എ വൈ ബി വൈ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മാത്രമേ ഇത് ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ വേറൊരു രൂപമാണ് ഞാൻ പറഞ്ഞത്. ദീസ് sets or these straight lines are mutually disjoint if a not equal to b and all their union gives r square. അത് തന്നെയാണ് ഞാൻ ഇവിടുത്തെ പാർട്ടീഷൻ്റെ ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഡെഫിനിഷൻ ഓർത്ത് വയ്ക്കുക. ഇത്ര തന്നെ ഈ പാർട്ടീഷനെ കുറിച്ച് ഇക്വലൻസ് ക്ലാസ്സുകളെ കുറിച്ചൊക്കെ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളൂ. ഞാൻ വേണമെങ്കിൽ ഒരു ചെറിയ ഒരു എക്സാമ്പിൾ ഒരു പ്രൊപ്പോസിഷൻ കൂടി എടുത്തിട്ട് ടോപ്പിക്ക് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഓർക്കുക, നമ്മളിവിടെ പറഞ്ഞ കാര്യം ഒന്നും കൂടെ നമ്മുടെ ഇക്വലൻസ് റിലേഷനായിട്ട് കണക്ട് ചെയ്തിട്ട് പറയുകയാണ്. ഫസ്റ്റ് എക്സാമ്പിൾ മേക്സ് ഇറ്റ് ക്ലിയർ ദാറ്റ് ഇക്വലൻസ് ക്ലാസസ് ഓഫ് എൻ ഇക്വലൻസ് റിലേഷൻ ഓൺ എസ് ഡിറ്റർമിൻസ് എ പാർട്ടീഷൻ ഓഫ് എസ്. കാരണം ഇവിടെ നമ്മളൊരു ഇക്വലൻസ് റിലേഷൻ ഡിഫൈൻ ചെയ്തു. ഇക്വലൻസ് റിലേഷനിൽ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കുറേ ഇക്വലൻസ് ക്ലാസ്സുകൾ കണ്ടുപിടിച്ചു. ഈ ഇക്വലൻസ് ക്ലാസ്സുകൾ എന്താണ് നമ്മൾ കാണിച്ചത്? ദേ ഫോംസ് എ പാർട്ടീഷൻ. അതായത് ഈ ഡെഫിനിഷൻ, അതായത് ദ ഇക്വലൻസ് ക്ലാസസ് ആർ മ്യൂച്വലി ഡിസ്ജോയിൻറ്റ്. സ്ട്രെയിറ്റ് ലൈനുകൾ പോലെ എക്സ് ഇക്വൽ ടു ബി, എക്സ് ഇക്വൽ ടു എ എന്ന് പറയുന്ന ഈ സ്ട്രെയിറ്റ് ലൈനുകൾ ദേ ആർ മ്യൂച്വലി ഡിസ്ജോയിൻറ്റ് ആൻഡ് ദെയർ ഹോൾ യൂണിയൻ ഈസ് ആർ സ്ക്വയർ. അപ്പോൾ ഏതൊരു ഇക്വലൻസ് റിലേഷൻ കൊണ്ടുണ്ടാക്കി ഇക്വലൻസ് റിലേഷൻ ടിൽഡേ ആണെങ്കിലും അത് ഉണ്ടാക്കുന്ന ഇക്വലൻസ് ക്ലാസ്സുകൾ ഇവിടുത്തെ പോലെ ഇക്വലൻസ് ക്ലാസ്സുകൾ എന്തായിരിക്കും? ദേ ഫോംസ് എ പാർട്ടീഷൻ ഓഫ് ദ ഹോൾ സെറ്റ്. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ വഴിയാണ് ഞാൻ ഈ പാർട്ടീഷൻ എന്താണ് പാർട്ടീഷൻ എന്നും അത് ഇക്വലൻസ് റിലേഷനിലേക്ക് ലിങ്ക് ചെയ്തത്. ഇതിൻ്റെ ഫോർമൽ പ്രൂഫാണ് ഇവിടെ, നമ്മുടെ ടെക്സ്റ്റിലുള്ള പ്രൂഫാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്ര മാത്രമേ ഓർക്കാനുള്ളൂ. ഒരു സെറ്റിൽ ഒരു ഇക്വലൻസ് റിലേഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറേ ഇക്വലൻസ് ക്ലാസ്സുകൾ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ വരുന്ന ഇക്വലൻസ് ക്ലാസ്സുകൾ എന്തായിരിക്കും? ആ ഹോൾ സെറ്റിൻ്റെ പാർട്ടീഷൻ ആയിരിക്കും. ഇനി പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് സെറ്റ്സ് വിച്ച് ആർ മ്യൂച്വലി ഡിസ്ജോയിൻറ്റ് ആൻഡ് എവറി എലമെൻറ്റ് ഓഫ് എസ് ബിലോങ്സ് എക്സാക്ട്ലി ടു വൺ മെമ്പർ ഓഫ് ദാറ്റ് കളക്ഷൻ. ഇവിടുത്തെ പോലെ ആർ സ്ക്വയറിൽ ഏത് എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാലും ഏതെങ്കിലും ഒരേ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മാത്രമേ അത് ഉണ്ടാവുകയുള്ളൂ. ഈ എല്ലാ സ്ട്രെയിറ്റ് ലൈനുകളിലെയും യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആർ സ്ക്വയറിലെ എല്ലാ പോയിന്റുകളും കിട്ടുകയും ചെയ്യും. അതിൻ്റെ ഒരു സിംപ്ലിഫൈഡ് ഡെഫിനിഷനാണ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. മോറോവർ ഇറ്റ് ഈസ് എ സിമ്പിൾ കോൺസെപ്റ്റ്. ഈ എക്സാമ്പിൾ വെച്ചിട്ട് കുറച്ചും കൂടെ എക്സാമ്പിളുകൾ നമ്മുടെ ടെക്സ്റ്റിലത്തെ പോലെയല്ലേ എനിക്ക് പോകാൻ സാധിക്കുള്ളൂ. വേറെയും കുറേ എക്സാമ്പിളുകൾ നമുക്ക് പറയാൻ സാധിക്കും വേണമെങ്കിൽ. പക്ഷേ നമ്മുടെ സിലബസിനനുസരിച്ച് വേണമല്ലോ നമുക്ക് പോകാൻ. അതുകൊണ്ട് ഇത് ടെക്സ്റ്റിലത്തെ എക്സാമ്പിൾ തന്നെയാണ്. ടെക്സ്റ്റിലത്തെ ഇതേ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെയാണ് ടെക്സ്റ്റിലും
പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പാർട്ടീഷൻ്റെ ഡെഫിനിഷനും ഈ എക്സാമ്പിളും ഈ പ്രധാനപ്പെട്ട ഒരു റിമാർക്ക് നോട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രൊപ്പോസിഷൻ ചോദിക്കുമോ എന്ന് എനിക്കറിയില്ല, പ്രൊപ്പോസിഷൻ എടുക്കുന്നുണ്ട്, അതിൻ്റെ പ്രൂഫ് പഠിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഓർക്കുക, ഇത്രയാണ് പറഞ്ഞത്. ഒരു സെറ്റിൽ ഒരു ഇക്വലൻസ് റിലേഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറേ ഇക്വലൻസ് ക്ലാസ്സുകൾ ഉണ്ടാക്കും. ആ ഇക്വലൻസ് ക്ലാസ്സുകൾ ഒരു പാർട്ടീഷൻ ആയിരിക്കും, ആ ഹോൾ സെറ്റിൻ്റെ ഒരു പാർട്ടീഷൻ ആയിരിക്കും ഇവിടുത്തെ പോലെ. പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. മ്യൂച്വൽ ഡിസ്ജോയിന്റ് സെറ്റ്സ് ഹൂസ് സോൾ യൂണിയൻ ഇസ് ദ ഒറിജിനൽ സെറ്റ്. നൗ അതിൻ്റെ ഫോർമൽ ടെക്സ്റ്റിലുള്ള തിയറമാണ്. വേറെ പല പ്രൂഫുകൾ ഈ തിയറത്തിനുണ്ട്, ഈ പ്രൊപ്പോസിഷനുണ്ട്. ടെക്സ്റ്റിലുള്ളതാണ് ഞാൻ പറയുന്നത്. ലെറ്റ് എസ് ബി എ സെറ്റ് and tilde be an equivalence relation on S, then each element of S belongs to exactly one of the equivalence classes of S determined by tilde on S. ഈ പറഞ്ഞ കാര്യം തന്നെയാണ്, അതിൻ്റെ ഒരു ഫോർമൽ കാര്യമാണ്. അതായത് എസ് എന്ന് പറയുന്ന സെറ്റിൽ ടിൽഡ എന്ന് പറയുന്ന ഒരു ഇക്വലൻസ് റിലേഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ എസ്സിലത്തെ ഒരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ബിലോങ്സ് ടു എക്സാക്ട്ലി വൺ ഓഫ് ദി ഇക്വലൻസ് ക്ലാസസ് ഡിറ്റർമിൻഡ് ബൈ ടിൽഡ. അപ്പോൾ ഇക്വലൻസ് റിലേഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഇക്വലൻസ് ക്ലാസ്സുകൾ കിട്ടും. പ്രൊപ്പോസിഷൻ എന്താ പറയുന്നത്? എസ്സിലത്തെ ഒരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വലൻസ് ക്ലാസ്സുകളിൽ ഏതെങ്കിലും ഒരു മെമ്പർ ഒരു ഇക്വലൻസ് ക്ലാസ്സിൽ എക്സാക്ട്ലി വൺ ഇക്വലൻസ് ക്ലാസ്സിൽ ആ എലമെൻറ്റ് ഉണ്ടാകും. ഇവിടുത്തെ പോലെ ആർ സ്ക്വയറിലെ പോലെ. എപ്പോഴും ഈ എക്സാമ്പിൾ ഞാൻ കോട്ട് ചെയ്യുന്നത് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. കൂടുതൽ എക്സാമ്പിളുകളൊന്നും പറയുന്നില്ല, ഇത് തന്നെ ഞാൻ പറയുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇത് വെച്ചിട്ട് ഞാൻ കോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ റിസൾട്ട്. ഈച്ച് എലമെൻറ്റ് ഓഫ് എസ് ബിലോങ്സ് ടു എക്സാക്ട്ലി വൺ ഓഫ് ദ ഇക്വലൻസ് ക്ലാസസ് ഓഫ് എസ് ഡിറ്റർമിൻഡ് ബൈ ടിൽഡ. ഇപ്പോൾ ഇക്വലൻസ് റിലേഷൻ ഡിറ്റർമിൻ ചെയ്യുന്ന ഇക്വലൻസ് ക്ലാസ്സിലത്തെ മെമ്പർ ആയിരിക്കും. ഏതൊരു എലമെൻറ്റ് എടുത്താലും ഏതെങ്കിലും ഒരു ഇക്വലൻസ് ക്ലാസ്സിലെ മെമ്പർ ആയിരിക്കും. എക്സാക്ട്ലി വൺ ഇക്വലൻസ് ക്ലാസ്സിലെ മെമ്പർ ആയിരിക്കും. അല്ലെങ്കിൽ the equivalence classes forms a partition of S. അതാണ് അതിൻ്റെ അർത്ഥം. or equivalence classes forms a partition of S എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു രീതിയിൽ പറഞ്ഞാൽ. ഇവിടെ ഞാൻ റിമാർക്കായിട്ട് എഴുതിയിട്ടുണ്ട്, അത് ഞാനിവിടെ ഒന്നുകൂടെ സ്റ്റേറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? Given tilde is an equivalence relation on S, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഇക്വലൻസ് ക്ലാസ് ഒരു പാർട്ടീഷനാണ്, അല്ലെങ്കിൽ എസ്സിലത്തെ ഏതൊരു എലമെൻ്റ് എടുത്താലും എക്സാക്ട്ലി ഒരു ഇക്വലൻസ് ക്ലാസ്സിലെ ആ എലമെൻറ്റ് ഉണ്ടാവുകയുള്ളൂ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. Given tilde is an equivalence relation on S, അപ്പോൾ it determines certain equivalence classes. Tilde determines certain equivalence classes. Choose a element of S. അപ്പോൾ ഓർക്കുക, പ്രൂവ് ചെയ്യേണ്ടത് ഇത്രയാണ്. ഏതൊരു എലമെൻ്റ് എടുത്താലും അത് ഒരേ ഒരു ഇക്വലൻസ് ക്ലാസ്സിലത്തെ മെമ്പർ ആയിരിക്കും എന്നുള്ളതാണ്. ഈ കുറേ ഇക്വലൻസ് ക്ലാസ്സുകളുണ്ടല്ലോ, ടിൽഡ ഡിറ്റർമിൻ ചെയ്യുന്ന കുറേ ഇക്വലൻസ് ക്ലാസ്സുകളുണ്ട്. അതിൽ ഏതെങ്കിലും എക്സാക്ട്ലി ഒരു ഇക്വലൻസ് ക്ലാസ്സിലെ മെമ്പർ ആയിരിക്കും എ എന്ന് പറയുന്ന എലമെൻറ്റ്, അല്ലെങ്കിൽ ഏത് എലമെൻറ്റ് എടുത്താലും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ചൂസ് എ എലമെൻറ്റ് ഓഫ് എസ്. നൗ സിഗ്മ ഇസ് റിഫ്ലെക്സീവ്. ഇക്വലൻസ് റിലേഷൻ ആണ് ടിൽഡ. സിഗ്മ ഇസ് റിഫ്ലെക്സീവ്. അപ്പോൾ എ ഇസ് റിലേറ്റഡ് ടു എ. സിഗ്മ റിഫ്ലെക്സീവ് ആയത് കാരണം എവരി എലമെൻറ്റ് ഇസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ്. അപ്പോൾ എ ടിൽഡ എ. That means A related to A എന്ന് പറഞ്ഞാൽ എന്താണ്? A is a member of equivalence class of A. Obvious ആണ്. A is related to A. So A is a member of its own equivalence class. A എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഇക്വലൻസ് ക്ലാസ്സിലെ മെമ്പർ ആയിരിക്കും. അപ്പോൾ ഏത് എലമെൻറ്റ് എടുത്താലും എന്താണ്? അത് അതിൻ്റെ തന്നെ ഇക്വലൻസ് ക്ലാസ്സിലെ മെമ്പറാണ്. അതാണ് നമ്മൾ ആദ്യം പറയുന്നത്. Now choose another element B not equal to A such that, അല്ലെങ്കിൽ choose another element B not equal to A. എയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് B എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എടുക്കുകയാണ്. ലെറ്റ് ബി എലമെൻറ്റ് ഓഫ് ഇക്വലൻസ് ക്ലാസ് ഓഫ് എ. ഓക്കെ, അപ്പോൾ ബി എന്ന് പറയുന്ന എലമെൻറ്റ് എടുത്തു, അത് എയിൽ നിന്ന് വ്യത്യസ്തനായിട്ടുള്ള ഒരു എലമെൻ്റ് ആണ്. ബിയുടെ പ്രത്യേകത എന്താണ്? അത് ഇക്വലൻസ് ക്ലാസ് ഓഫ് എയിലത്തെ മെമ്പറാണ്. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നത് എയുടെ ഇക്വലൻസ് ക്ലാസ്സിലുണ്ട്. ഏതൊരു എലമെൻറ്റും അതിൻ്റെ തന്നെ ഇക്വലൻസ് ക്ലാസ്സിലുണ്ട്. നൗ ബി എന്ന് പറയുന്ന വേറൊരു എലമെൻറ്റ് എടുക്കുകയാണ്, അത് ഇക്വലൻസ് ക്ലാസ് ഓഫ് എയിലുണ്ട് എന്ന് വിചാരിക്കുക. നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഇക്വലൻസ് ക്ലാസ് ഓഫ് എ ഈക്വൽ ടു ഇക്വലൻസ് ക്ലാസ് ഓഫ് ബി എന്നുള്ളതാണ്. ഇഫ് ബി എലമെൻറ്റ് ഓഫ് ഇക്വലൻസ് ക്ലാസ് ഓഫ് എ, ദെൻ ഇക്വലൻസ് ക്ലാസ് ഓഫ് എ ആൻഡ് ഇക്വലൻസ് ക്ലാസ് ഓഫ് ബി ആർ ദ സെയിം എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. നൗ ലെറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണെന്ന് ഓർക്കുക. ഇക്വലൻസ് ക്ലാസ് ഓഫ് എ ഈക്വൽ ടു ഇക്വലൻസ് ക്ലാസ് ഓഫ് ബി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നൗ ലെറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എ, ദെൻ എക്സ് ടിൽഡ എ. ഓൾസോ ബി എലമെൻറ്റ് ഓഫ് എ മീൻസ് ബി ടിൽഡ എ ഓർ എ ടിൽഡ ബി. ഇതൊന്നും ഞാൻ വല്ലാതെ നീട്ടി പറയണമെന്നില്ല. എക്സ് എലമെൻറ്റ് ഓഫ് എ, ദാറ്റ് മീൻസ് എക്സ് ടിൽഡ എ. B element of A, let B element of A ആണ്. B element of A means B tilde A. B tilde A is the same as A tilde B. Okay, B tilde A, B related to A is the same as A related to B. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? X related to A and A related to B അല്ലേ? X related to A and A related to B. X related to A and A related to B means സിഗ്മ അല്ല ടിൽഡ ട്രാൻസിറ്റീവ് ആണ്. എക്സ് റിലേറ്റഡ് ടു ബി, എക്സ് റിലേറ്റഡ് ടു എ ആൻഡ് എ റിലേറ്റഡ് ടു ബി മീൻസ് എക്സ് റിലേറ്റഡ് ടു ബി. അതായത് എക്സ് ഈസ് എ മെമ്പർ ഓഫ് ഇക്വലൻസ് ക്ലാസ് ഓഫ് ബി.
നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത് എക്സ് ഈസ് എ മെമ്പർ ഓഫ് ഇക്വലൻസ് ക്ലാസ് ഓഫ് എ. നമുക്ക് എന്ത് കിട്ടി? എക്സ് ഈസ് എ മെമ്പർ ഓഫ് ഇക്വലൻസ് ക്ലാസ് ഓഫ് ബി. അതിൻ്റെ അർത്ഥം എന്താണ്? ഇക്വലൻസ് ക്ലാസ് ഓഫ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ഇക്വലൻസ് ക്ലാസ് ഓഫ് ബി. ഓക്കെ, നൗ ലെറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ഇക്വലൻസ് ക്ലാസ് ഓഫ് ബി. X element of equivalence class of B means X tilde B. Now B is a member of equivalence class of A. That means B tilde A. ഇതെല്ലാം നമ്മുടെ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. B element of equivalence class of A ആണ്. അപ്പോൾ X element of equivalence class of B, that means X tilde B. And B element of equivalence class of A by our choice of B, that means B tilde A. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? X tilde B and B tilde A, which means X tilde A. X tilde B and B tilde A transitivity ഉപയോഗിച്ചിട്ട് X tilde A. X and A are related. അപ്പോൾ X element of equivalence class of B implies X and A are related. That means X element of equivalence class of A. അപ്പോൾ X element of equivalence class of B implies X element of equivalence class of A. That means equivalence class of B is a subset of equivalence class of A. ഇവിടെ നമ്മൾ എന്താ പ്രൂവ് ചെയ്തത്? equivalence class of A is a subset of equivalence class of B. ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്തു equivalence class of B is a subset of equivalence class of A. That means equivalence class of A equal to equivalence class of B. ഓക്കെ, അപ്പോൾ B element of equivalence class of A ആണെങ്കിൽ B ഇക്വലൻസ് ക്ലാസ് ഓഫ് ബി എന്ത് തന്നെയാണ്? ഇക്വലൻസ് ക്ലാസ് ഓഫ് എ തന്നെയാണ്. അപ്പോൾ ബി എന്ന് പറയുന്ന ഏതൊരു എലമെൻറ്റ് എ ഇക്വലൻസ് ക്ലാസ് ഓഫ് എയിൽ എടുത്തു കഴിഞ്ഞാലും ബി എന്ന് പറയുന്ന എലമെൻറ്റ് ഇക്വലൻസ് ക്ലാസ് എ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഇക്വലൻസ് ക്ലാസ് രണ്ടും സെയിം ആണ്. അതായത് മറ്റൊരു ഇക്വലൻസ് ക്ലാസ്സിലും ബി ഉണ്ടാവുകയില്ല എന്നാണ് ഇൻഡയറക്റ്റ് ആയിട്ട് അവിടെ പറഞ്ഞിട്ടുള്ളത്. ബി എന്ന് പറയുന്ന എലമെൻറ്റ് ഇക്വലൻസ് ക്ലാസ് ഓഫ് എയിൽ എടുത്തു കഴിഞ്ഞാൽ ബിയുടെ ഇക്വലൻസ് ക്ലാസ് എന്ത് തന്നെയാണ്? എയുടെ ഇക്വലൻസ് ക്ലാസ് തന്നെയാണ്. അതായത് ബി എന്ന് പറയുന്ന എലമെൻറ്റ് മറ്റൊരു ഇക്വലൻസ് ക്ലാസ്സിലും ഉണ്ടാവുകയില്ല. കാരണം ബിയുടെ ഇക്വലൻസ് ക്ലാസ് ബി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റുകൾ എന്തൊക്കെ തന്നെയാണ്? എ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റുകൾ തന്നെയാണ്. അതായത് ബി എന്ന് പറയുന്നത് മറ്റ് ഒരു ഇക്വലൻസ് ക്ലാസ്സിലും മറ്റ് ഒരു എലമെൻറ്റിൻ്റെ എ അല്ലാതെ മറ്റ് ഒരു എലമെൻറ്റിൻ്റെ ഇക്വലൻസ് ക്ലാസ്സിലും ഉണ്ടാവുകയില്ല. അതായത് എവറി എലമെൻറ്റ് ഈസ് എ മെമ്പർ ഓഫ് എക്സാക്ട്ലി വൺ ഇക്വലൻസ് ക്ലാസ് which is determined under tilde. അതായത് this means it is a partition. Tilde, the equivalence classes under tilde is a partition of S എന്നുള്ളതാണ്. ഞാനത് ടെക്സ്റ്റിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ പ്രൊപ്പോസിഷൻ്റെ ഒരു എന്താ പറയുക കൺക്ലൂഷനായിട്ട് ഞാൻ പറയുന്നത് മുതലുള്ളത് ഈച്ച് എലമെൻറ്റ് ഓഫ് എസ് ബിലോങ് ടു എക്സാക്ട്ലി വൺ ഇക്വലൻസ് ക്ലാസ്. അതായത് ദിസ് ഇസ് ദ ഇക്വലൻസ് ക്ലാസ് അണ്ടർ tilde becomes a partition of S. അത്ര തന്നെ. അപ്പോൾ എവറി ഇക്വലൻസ് റിലേഷൻ ഡിറ്റർമിൻസ് ആൻ ഇക്വലൻസ് ക്ലാസ് ആൻഡ് ദാറ്റ് ഇക്വലൻസ് ക്ലാസ് ഈസ് ഓട്ടോമാറ്റിക്കലി ബിക്കംസ് എ പാർട്ടീഷൻ ഓഫ് എസ് എന്നുള്ളതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് രണ്ട് പ്രാവശ്യം വായിച്ച് നോക്കുക. ടെക്സ്റ്റിലത്തെയും നമ്മുടെ പ്രോബ്ലങ്ങളും ഈ പ്രോബ്ലമൊക്കെ ഒന്നും കൂടി ഒന്ന് വായിച്ച് നോക്കുക. വല്ലാതെ നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കില്ല. ലൈവ് ക്ലാസ് അല്ലാത്തതുകൊണ്ട് നമുക്ക് നിങ്ങളുടെ റെസ്പോൺസ് നമുക്കറിയില്ല. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോകാൻ മാത്രമേ സാധിക്കുള്ളൂ. ഏതെങ്കിലും പോയിന്റ് ക്ലിയർ അല്ലാത്തുണ്ടെങ്കിൽ ലൈവ് ക്ലാസ് ആണെങ്കിൽ നമുക്ക് അപ്പോൾ ക്ലിയർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ക്ലിയർ ചെയ്യാൻ സാധിക്കില്ല. ഒന്നുകൂടി 2-3 പ്രാവശ്യം വായിച്ച് നോക്കിയിട്ട് ഈ എക്സാമ്പിൾ വെച്ചൊന്ന് കൊറിലേറ്റ് ചെയ്ത് നോക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഒരു ചെറിയൊരു ടോപ്പിക്ക് ഒരു ഡെഫിനിഷൻ കൂടെ പറഞ്ഞതിന് ശേഷം നമുക്ക് ഈ സെക്ഷൻ അങ്ങ് അവസാനിപ്പിക്കാം. അതായത് ഫാക്ടർ സെറ്റ് എന്താണെന്നുള്ളതാണ്. ഇതിൻ്റെ വലിയ തിയറംസ് ബാക്കിൽ അത് ഞാൻ എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇല്ലസ്ട്രേഷൻസ് മാത്രമേ സിലബസിൽ പറഞ്ഞിട്ടുള്ളൂ. ഈ കാര്യങ്ങൾ ഇതിൻ്റെ ഫർദർ ഹയർ കാര്യങ്ങൾ വരില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി അത്ര കോൺഫിഡൻസ് നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് പഠിച്ചു നോക്കാവുന്നതാണ്. ടെക്സ്റ്റിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഫാക്ടർ സെറ്റ് കൺസിഡർ 2 സെറ്റ്സ് എസ് ആൻഡ് ടി. ലെറ്റ് എഫ് ഫ്രം എസ് ടു ടി ബി എനി ഫംഗ്ഷൻ. ഓക്കെ, എസ് ടി എന്ന് പറയുന്ന 2 സെറ്റാണ്. എഫ് ഫ്രം എസ് ടു ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. ഡിഫൈൻ എക്സ് ടിൽഡ എഫ് എക്സ് ടു x1 ടിൽഡ എഫ്. ഓക്കെ, അപ്പോൾ എഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിലേഷനാണത്. x1 ടിൽഡ എഫ് x2 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2. ഇതാണ് നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത്. x1ഉം x2ഉം എപ്പോഴാണ് റിലേറ്റഡ് ആവുന്നത്? അണ്ടർ എഫ് ടിൽഡ എഫ് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2. എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ആണെങ്കിൽ x1 ടിൽഡ എഫ് x2 എന്നാണ് നമ്മുടെ റിലേഷൻ വരുന്നത്. It can be proved that tilde f is an equivalence relation on S. അപ്പോൾ ഈ എസ് എന്ന് പറയുന്നതിൽ നിന്നാണ് എഫ് പോകുന്നത്, എഫ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ tilde f എന്ന് പറയുന്നത് എസിൻ്റെ ഒരു ഇക്വലൻസ് റിലേഷനാണ്. എസ്സിലെ ഒരു ഇക്വലൻസ് റിലേഷനാണ്. The collection of all equivalence classes of S under tilde f is called the factor set determined by f and it is denoted as S bar f. ഓക്കെ, കുറച്ച് ഇൻട്രിഗിങ് അല്ലെങ്കിൽ വേഗമായിട്ടുള്ളൊരു കോൺസെപ്റ്റ് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ വലിയ വലിയ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞ് ഈ ഡെഫിനേഷൻ അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എഫ് ഫ്രം എസ് ടി എന്ന് പറയുന്ന 2 സെറ്റുകളാണ്. ടിക്ക് വലിയ പ്രസക്തി ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ എഫ് ഫ്രം എസ് ടു ടി ഈസ് എ ഫംഗ്ഷൻ. ദെൻ കറസ്പോണ്ടിങ് ടു എഫ് ഐ ആം ഡിഫൈനിങ് എ റിലേഷൻ tilde f defined as x1 tilde f x2 if and only if f of x1 equal to f of x2.
അതൊരു ഇക്വലൻസ് റിലേഷൻ ആയിരിക്കും. ഈ ടിൽഡ എഫ് എന്ന് പറയുന്ന ഒരു ഇക്വലൻസ് റിലേഷൻ ആയിരിക്കും. ഇക്വലൻസ് റിലേഷൻ ആണെങ്കിൽ ഇവിടുത്തെ പോലെ ഇക്വലൻസ് ക്ലാസ്സുകൾ കിട്ടും. ആ ഇക്വലൻസ് ക്ലാസ്സുകൾ ദ കളക്ഷൻ ഓഫ് ആൾ ഇക്വലൻസ് ക്ലാസ്സസ് ഓഫ് എസ് അണ്ടർ ടിൽഡ എഫ്, ഈ ടിൽഡ എഫ് ഡിറ്റർമിൻ ചെയ്യുന്ന പാർട്ടീഷൻ അല്ലെങ്കിൽ ഇക്വലൻസ് ക്ലാസ്സുകൾ, പാർട്ടീഷൻ ആയിരിക്കും. ഇക്വലൻസ് റിലേഷൻ എപ്പോഴും പാർട്ടീഷൻ ഡിറ്റർമിൻ ചെയ്യും, അല്ലെങ്കിൽ ഇക്വലൻസ് ക്ലാസ്സിലെല്ലാം കൂട്ടിയ പാർട്ടീഷനാണ്. അപ്പോൾ ടിൽഡ എഫ് ഡിറ്റർമിൻ ചെയ്യുന്ന ഇക്വലൻസ് ക്ലാസ്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫാക്ടർ സെറ്റ് ഡിറ്റർമിൻഡ് ബൈ എഫ്, ഫാക്ടർ സെറ്റ് ഓഫ് എസ് ഡിറ്റർമിൻഡ് ബൈ എഫ്, അതിനെ എസ് ബാർ എഫ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇത്രയാണ് ഇക്വലൻസ് റിലേഷൻസിലും ഇക്വലൻസ് ക്ലാസ്സിലും പാർട്ടീഷൻസിലും എനിക്ക് പറയാനുള്ളത്. ഇക്വലൻസ് റിലേഷൻ എന്താണെന്ന് പറഞ്ഞു, റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ആയിട്ടുള്ള റിലേഷനുകളെയാണ് ഇക്വലൻസ് റിലേഷൻ എന്ന് പറയുന്നത്. ഇക്വലൻസ് ക്ലാസ് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു, എയുടെ ഇക്വലൻസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ എയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എലമെൻറ്റുകളും കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വലൻസ് ക്ലാസ് ആയി അണ്ടർ എ പർട്ടിക്കുലർ റിലേഷൻ. പിന്നെ പാർട്ടീഷനാണ്, ഒരു സെറ്റിൽ ഒരു ഇക്വലൻസ് റിലേഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കുറേ ഇക്വലൻസ് ക്ലാസ്സുകൾ കിട്ടും. ആ ഇക്വലൻസ് ക്ലാസ്സുകളുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ദേ ആർ മ്യൂച്വലി ഡിസ്ജോയിൻറ്റ്, ഇവിടുത്തെ പോലെ ദേ ആർ മ്യൂച്വലി ഡിസ്ജോയിൻറ്റ്, their whole union is the original set S itself. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാർട്ടീഷൻ എന്ന് പറയുന്നത്. ഇവിടെ മോസ്റ്റ് ജനറൽ ഡെഫിനിഷനാണ് പാർട്ടീഷൻ്റെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച ടെക്സ്റ്റിൽ ഉദ്ദേശിച്ചത് ഇത്രയാണ്, ഒരു സെറ്റിൽ ഒരു ഇക്വലൻസ് റിലേഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആവശ്യം വരുന്ന ഒരു കോൺസെപ്റ്റാണ്, എസ്സിലൊരു ഇക്വലൻസ് റിലേഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറേ ഇക്വലൻസ് ക്ലാസ്സുകൾ കിട്ടും. ഈ ഇക്വലൻസ് ക്ലാസ്സുകൾ എന്തായിരിക്കും, ആ സെറ്റിൻ്റെ പാർട്ടീഷൻ ആയിരിക്കും. ഇത്രയും കോൺസെപ്റ്റാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ടെക്സ്റ്റിലും ഞാനും നിങ്ങളോട് പറയാൻ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചത്. വീണ്ടും പറഞ്ഞ് ലെങ്ത് കൂട്ടുന്നില്ല, ഒന്ന് ടെക്സ്റ്റ് വായിച്ച് നോക്കുക, ഈ പ്രോബ്ലംസും എക്സാമ്പിളുകളും നോക്കുക. സോ ഐ എം സ്റ്റോപ്പിംഗ്. അടുത്ത ക്ലാസ്സിൽ പെർമ്യൂട്ടേഷൻസ് ആയിരിക്കും. ഓക്കെ.